നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിക്കി റാമോസ് അർജന്റീനയ്ക്കായിട്ട് തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തിയിരിക്കുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം അർജന്റീന ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കറുത്തവർഗ്ഗക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട്. ഹെയ്ത്തി ബോൺ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ആദ്യമായിട്ടാണ് ഒരു ഹെയ്ത്തി ബോൺ പ്ലെയർ അർജന്റീനയ്ക്ക് വേണ്ടി നാച്ചുറലൈസ് ചെയ്യപ്പെട്ട് കളിക്കുന്നത്. അണ്ടർ 17 മത്സരത്തിലാണ് കഴിഞ്ഞ കളിയിൽ ഇക്കഡോറിനെതിരെ അദ്ദേഹം അരങ്ങേറിയത്. ഇക്കഡോറിനെതിരെയുള്ള രണ്ടാം മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഗോളും പിറന്നിരിക്കുന്നു. ആദ്യ മത്സരം 2-1 വിജയിച്ച അർജന്റീന ഇന്നലത്തെ കളി 1-1 സമനിലയിലാണ് പിരിഞ്ഞത്. ആ 1-1 സമനില ഈക്വലൈസർ നേടിയത് കിക്കി റാമോസ് ആയിരുന്നു. കളിയിൽ കിക്കി റാമോസ് സ്റ്റാർട്ടിംഗ് 11 തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൂടാതെ പ്രധാനപ്പെട്ട താരങ്ങൾ, വമ്പൻ ക്ലബ്ബുകളുടെ താരങ്ങൾ ടീമിൽ ഉണ്ടായിരുന്നു. റൊസാരിയോ സെൻട്രലിൻ്റെ അയർട്ടൺ മൊനോസ്, അതുപോലെ തന്നെ ബൊക്കയുടെ ബൗട്ടിസ്റ്റ എസ്പിൻഡോല, പിന്നെ ബൊക്കയുടെ തന്നെ ജൂലിയോ കൊഴിയ, അതോടൊപ്പം തന്നെ ന്യൂവൽസിൻ്റെ മാക്സിമോ കൊണ്ടേറസ്, റേസിങ്ങിൻ്റെ എറിക് ഫ്ലോറൻറ്റൈൻ തുടങ്ങിയ താരങ്ങളൊക്കെ ആദ്യ 11 ഇടം പിടിച്ചിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം 1-0 ഇക്കഡോർ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് കിക്കി റാമോസിൻ്റെ ഗോൾ പിറക്കുന്നത്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ ഈ യുവതാരത്തിൽ അർജന്റീനയ്ക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം ഇനി യൂത്ത് വേൾഡ് കപ്പിലും കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഈ വർഷം നവംബർ-ഡിസംബർ മാസത്തിൽ ഖത്തറിലാണ് 48 ടീമുകൾ കളിക്കുന്ന യൂത്ത് വേൾഡ് കപ്പ് നടക്കുന്നത്. അതിൻ്റെ ഗ്രൂപ്പ് സിയിലാണ് അർജന്റീനയുള്ളത്. ഡെൻമാർക്കും മൊസാംബിക്കും ഓസ്ട്രേലിയയുമാണ് ആ ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.